എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആശ. ഇന്നത്തെ ടോപ്പിക്ക് ഫൊർഗീവ്നെസ്സിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത്. എന്നാൽ ക്ഷമിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ അവരോട് ക്ഷമിച്ചാൽ ഞാൻ ചെറുതായി പോകുമോ അല്ലെങ്കിൽ ഞാൻ തോറ്റു പോകുമോ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത്. എന്നാൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ, കരിയറിൽ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്കുണ്ടാകും. എന്നാൽ നമ്മളെ വേദനിപ്പിച്ചവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാകും. അവരിതുപോലും അറിയുന്നുണ്ടാവില്ല. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളെ അന്ന് അവർ വേദനിപ്പിച്ചത്. അപ്പം നമ്മളത് പൂർണ്ണമായി ക്ഷമിച്ചു കൊടുക്കുക. നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ട് ക്ഷമിച്ചു കൊടുക്കണം. അപ്പം അതിനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ പേര് എഴുതുക. അല്ലെങ്കിൽ ഡിയർ യൂണിവേഴ്സ് എന്നോ ഡിയർ ഗോഡ് എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ചെറുപ്പം തൊട്ട് ഈ സമയം വരെ നിങ്ങളെ വേദനിപ്പിച്ചവരും നിങ്ങളെ കളിയാക്കിയവരെയും ഒക്കെ ആ സാഹചര്യങ്ങളെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ പേപ്പറിൽ എഴുതുക. എന്നിട്ട് അത് വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയുക. അപ്പോൾ കത്തിത്തീരുമ്പോൾ പറയുക, എൻ്റെ വേദനകളും പ്രയാസങ്ങളും എല്ലാം യൂണിവേഴ്സിലേക്ക് പോയി എന്ന് പറയാം. ഇത് കത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾ ചോദിക്കും, ഇത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ രാവിലെ ഉണർന്നാലുടനും പിന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ആ സമയത്തൊന്നും പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയത്ത് നിങ്ങളൊരു ശാന്തമായ സ്ഥലത്ത് വന്നിരുന്നതിന് ശേഷം 4 or 5 ബ്രീത്ത് എടുത്തതിന് ശേഷം റിലാക്സ് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി വ്യക്തിയോ ഈ സാഹചര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴോ അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോഴോ നിങ്ങൾക്ക് ദേഷ്യവും അല്ലെങ്കിൽ സങ്കടമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, എത്ര തവണയാണോ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇത് പോകുന്നത് അത്രയും തവണ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിലുള്ള നെഗറ്റിവിറ്റി എല്ലാം പോയി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുക. പിന്നെ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായി കൂട്ടുകൂടുക. നമ്മളെ തന്നെ സ്നേഹിക്കുക. എപ്പോഴും സന്തോഷമായിരിക്കുക. ഇപ്പോൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണാം. ബൈ.